ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് പരിപ്പ് രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1-2 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ഡ്രൈ പാനിൽ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയതിനു ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 10-11 ചെറിയ ഉള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ച് തല്ലിയെടുക്കുക. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ കറിവേപ്പില, വറ്റൽമുളക് ആഡ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി കൂട്ടും. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന രസത്തിൻ്റെ ആ പൊടി കൂടെ ചേർത്ത് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒരുമിച്ച് ഒരേ ഇതിൽ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ച് ആ പുളിവെള്ളം വേസ്റ്റ് ഒന്നുമില്ലാതെ തന്നെ ഇറുത്ത് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർക്കുക. ഇത് ഇത്രയും ആയതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, സാമ്പാർ പരിപ്പ് 1 കപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. വെള്ളം ആവശ്യമുണ്ട് എങ്കിൽ 1 കപ്പ് വെള്ളം നമ്മുടെ ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പും ആഡ് ചെയ്ത് ഉപ്പിൻ്റെയും എരിവിൻ്റെയും ഒക്കെ പാകം നോക്കിയതിന് ശേഷം ഒരു തിള വരുന്നത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എല്ലാം റെഡിയായി കഴിഞ്ഞാൽ അവസാനം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെതറി നമുക്ക് യൂസ് ചെയ്യാം. രസം നല്ല കൊതിക്കാൻ പാടില്ല. ഒരു ബോയിലിംഗ് ഇത് വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് മല്ലിയില ഇട്ട് ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നും തോന്നുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.